അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള ഡെറിവേഷൻ പേജ് നമ്പർ 241 പ്രോബ്ലം 1. For any two events E and F, P of E intersection F dash union E complement intersection F is equal to P of E plus P of F minus 2 into P of E intersection F. നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്. സൊല്യൂഷൻ ചെയ്യുമ്പോൾ ഓർക്കേണ്ടതാണ് ഇയും എഫും ഇന്റർസെക്ട് ചെയ്യുന്ന ഭാഗമുണ്ട്, അത് ഈ ഇന്റർസെക്ഷൻ എഫ് ആണ്. അപ്പൊ ഈ കട്ട് പീസ് എന്തായിരിക്കും? ഈ കട്ട് പീസ് എന്ന് പറയുന്നത് ഇയിലുള്ളതും ബിയിൽ എഫ് ഇല്ലാത്തതുമാണ്, അതായത് ഈ ഇന്റർസെക്ഷൻ എഫ് ഡാഷ് ആയിരിക്കും. അതുപോലെ ഈ കട്ട് പീസ് എന്തായിരിക്കും? ഈ കട്ട് പീസ് എന്ന് പറഞ്ഞാൽ എഫിലുള്ളതും ഇയിൽ ഇല്ലാത്തതുമാണ്, അതാണ് ഈ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എഫ് എഴുതിയത്. അപ്പൊ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം യഥാക്രമം ഇ ഇന്റർസെക്ഷൻ എഫ് ഡാഷും അതുപോലെ തന്നെ ഇ ഡാഷ് ഇന്റർസെക്ഷൻ എഫ് ആയിരിക്കും. ഇനി നമുക്ക് ഈ വെണ്ടറിന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്റർസെക്ഷൻ എഫ് ഡാഷ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇ ഡാഷ് ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നതും ഡിസ്റ്റോയിന്റ് ആണെന്ന് കാണുന്നുണ്ട് അല്ലെ. ഷെയ്ഡ് ചെയ്ത ഭാഗം തന്നെയല്ലേ, ആ ഷെയ്ഡ് ചെയ്ത ഭാഗം എന്തായാലും ഡിസ്റ്റോയിന്റ് ആണ്, പരസ്പരം ബന്ധമില്ല, അതായത് ഇന്റർസെക്ട് ചെയ്ത ഭാഗമൊന്നുമില്ല. അപ്പൊ നമുക്ക് അതിന്റെ പ്രോബബിലിറ്റി എടുത്തു കഴിഞ്ഞാൽ പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡാഷ് യൂണിയൻ ഇ ഡാഷ് ഇന്റർസെക്ഷൻ എഫ് ഇസ് ഈക്വൽ ടു, ഞാനിവിടെ ഡാഷ് എന്ന് പറയുന്നത് കോംപ്ലിമെന്റ് ആണ്, ഓക്കെ, കോംപ്ലിമെന്റിന് പകരമാണ് ഞാൻ ഡാഷ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂണിയൻ ആയതുകൊണ്ട് ഇതിനെ ബ്രേക്ക് ചെയ്യാം. എങ്ങനെ? പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡാഷ് പ്ലസ് പി ഓഫ് ഇ ഡാഷ് ഇന്റർസെക്ഷൻ എഫ്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഡിസ്റ്റോയിന്റ് ആണ്, ഡിസ്റ്റോയിന്റ് ആയതുകൊണ്ടാണ് യൂണിയനെ പ്ലസ് കറക്റ്റ് പ്ലസ് ആയിട്ട് എഴുതാൻ പറ്റുന്നത്. മൈനസ് എന്നൊരു ഭാഗം ഇല്ല ഇവിടെ, കാരണം ഇന്റർസെക്ഷൻ എന്ന ഭാഗം ഉണ്ടാവില്ല, കോമൺ ആയിട്ടുള്ള ഭാഗം ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ നമുക്ക് കൂൾ ആയിട്ട് ഈ പറയുന്ന യൂണിയൻ എന്ത് ചെയ്യാം? ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് എഴുതാം. അത് ആക്സിയം 3 പ്രകാരമാണ്, നമ്മൾ ആക്സിയത്തിൽ പഠിക്കുന്നുണ്ട്. ആക്സിയംസിൽ മൂന്നാമത്തെ ആക്സിയം എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആണ്. ഇത് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? ഡിസ്റ്റോയിന്റ് ആയതുകൊണ്ടാണെന്നും കൂടി ആലോചിക്കാം. ഇനി നമ്മൾ ഫിഗർ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇ എന്ന് പറഞ്ഞാൽ എന്താ? ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെയും യൂണിയൻ അല്ലേ. ഈ ഷെയ്ഡ് ഭാഗത്തിന്റെയും ഇതിന്റെയും യൂണിയൻ ആണ് ഇ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ നമുക്ക് എഴുതാം ഇ ഇന്റർസെക്ഷൻ എഫ് ഡാഷ് പ്ലസ് അല്ലെങ്കിൽ യൂണിയൻ ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് എഴുതാം. അതുപോലെ തന്നെ ഈ എഫ് എന്താ? എഫ് എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഏതൊക്കെ വരും? ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം വരും, അതായത് ഇ ഡാഷ് ഇന്റർസെക്ഷൻ എഫും യൂണിയൻ ഇ ഇന്റർസെക്ഷൻ എഫും വരും അല്ലെ, അതാണ് എഫ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനാണ് പി ഓഫ് ഇ എന്താണ്? പി ഓഫ് ഇ ഈക്വൽ ടു ഇത് രണ്ടും ആഡ് ചെയ്യുക അല്ലെ. പി ഓഫ് ഇ എന്താണ്? ഇതിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കും, ഇതിന്റെ പ്രോബിലിറ്റി യൂണിയൻ ഇതിന്റെ പ്രോബിലിറ്റി, അല്ലെങ്കിൽ യൂണിയൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ആയതുകൊണ്ട് പി ഓഫ് ഇ എന്ത് എഴുതാം? നോക്കിക്കേ, ഇതിനെ പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡാഷ് പ്ലസ് പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് എഴുതാം. ഞാൻ പറഞ്ഞു കോംപ്ലിമെന്റിനെയാണ് ഞാൻ ഡാഷ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിനെയും പ്രോബിലിറ്റി എടുത്തു കഴിഞ്ഞാൽ പി ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം. ഇനി ഇതിന്റെ അത് നമ്മൾ ഇത് മാത്രം എടുക്കുന്നു, ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് ഈ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് ഇതിനെ ഇപ്പുറം കൊണ്ടുപോയിക്കൂടെ? അപ്പൊ എന്ത് എഴുതും? പി ഓഫ് എ ഇന്റർസെക്ഷൻ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു പി ഓഫ് ഇ മൈനസ് ഇതിനിപ്പുറം കൊണ്ടുവരും, അപ്പൊ പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എഴുതാം. അതുപോലെ തന്നെ ഇവിടെയും പി ഓഫ് ഇ ഡാഷ് ഇന്റർസെക്ഷൻ എഫിനെ നമുക്ക് വേണമെങ്കിൽ ഇതിനിപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞാൽ പി ഓഫ് എഫ് മൈനസ് പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് കിട്ടും. അപ്പൊ നമുക്ക് രണ്ടെണ്ണം കിട്ടി. ഈ രണ്ടും നമ്മൾ ആദ്യമേ എഴുതിയിരിക്കുന്ന ഇക്വേഷനില്, ഈ രണ്ട് ഇക്വേഷനിൽ ഈ പറയുന്ന റൈറ്റ് സൈഡ് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഇയും എഫും കണ്ടുപിടിച്ചിട്ട് അവസാനം നമ്മൾ ഇത് രണ്ടും ഒറ്റപ്പെടുത്തിട്ട് ബാക്കിയിലേക്ക് കൊണ്ടുപോയത്. ഇനി എന്ത് ചെയ്യുക? ഈ സ്ഥാനത്ത്, ഈ ഇക്വേഷനിൽ ഈ രണ്ട് സ്ഥാനത്തും ഇതിന്റെ റൈറ്റ് സൈഡ് ആണ് ഈ ഭാഗം, അതുപോലെ തന്നെ ഇതിന്റെ റൈറ്റ് സൈഡ് ആണ് ഈ ഭാഗം, അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ പി ഓഫ് ഇ ടേം വരും പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡാഷ് യൂണിയൻ എഫ് ഇ ഡാഷ് ഇന്റർസെക്ഷൻ എഫ് ഇസ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞു ഫസ്റ്റ് ടേം എന്തായിരുന്നു? പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡാഷ് ആണ്. ഈ ഇന്റർസെക്ഷൻ എഫ് ഡാഷ് എന്നാൽ എന്താണ്? ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? പി ഓഫ് ഇ മൈനസ് പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ആണ്, അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്ലസ് അടുത്ത എന്താണ്? പി ഓഫ് ഇ ഡാഷ് ഇന്റർസെക്ഷൻ എഫ് അല്ലെങ്കിൽ പി ഓഫ് ഇ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എഫ് എന്താണ്? പി ഓഫ് എഫ് മൈനസ് പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ്. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം പി ഓഫ് എഫ് മൈനസ് പി ഓഫ് ഇ ഇന്റർസെക്ഷൻ തരും. അപ്പൊ രണ്ട് നമ്മൾ പി ഓഫ് ഇയും പി ഓഫ് എഫും ഉണ്ട് ഇവിടെ, നമ്മൾ ഇത് രണ്ട് റൈറ്റ്സ് ഉള്ളത് കൊണ്ട് മൈനസ് 2 ടൈംസ് അല്ല ഇത് രണ്ടുള്ളത്, അപ്പൊ മൈനസ് 2 ഇൻറ്റു പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എഴുതാം. ഇനി പ്രോബ്ലത്തിലേക്ക് കടക്കാം. പ്രോബ്ലം 2. പ്രോബ്ലം 2 രണ്ട് ഇവന്റ്സ് വന്നിട്ടുണ്ട്, എയും ബിയും. പി ഓഫ് എ വന്നിട്ടുണ്ട്, പി ഓഫ് ബി വന്നിട്ടുണ്ട്, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി വന്നിട്ടുണ്ട്. ഫൈൻഡ് എക്സ്പ്രഷൻ ഫോർ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്. പി ഓഫ് എ യൂണിയൻ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ യൂണിയൻ ഇല്ലാത്തത്. എ യൂണിയൻ ഇല്ലാത്തത് എന്താണ്? ടോട്ടൽ പ്രോബിലിറ്റി 1 ആണെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബി ഡാഷ് എന്തായിരിക്കും? അല്ലെങ്കിൽ ബി കോംപ്ലിമെന്റ് എന്തായിരിക്കും? ഇറ്റ് ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി ആയിരിക്കും അല്ലെ. പി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് എന്തായിരിക്കും? പി ഓഫ് എ യൂണിയൻ ബി ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. എന്താ നമുക്കറിയാം? അഡീഷൻ, പ്രോബിലിറ്റിന്റെ അഡീഷൻ പ്രകാരം പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നറിയാം, വിച്ച് ഇസ് ഈക്വൽ ടു കിട്ടി പി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ എന്ന് പറഞ്ഞാൽ P1 ആണ്, പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ P2 ആണ്, മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ P3 ആണ്. P1 പ്ലസ് P2 മൈനസ് P3 ആണ്. അടുത്ത രണ്ടാമത് പി ഓഫ് എ ഡാഷ് യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പി ഓഫ് എ ഡാഷ് യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എ ഡാഷ്, ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? പി ഓഫ് എ ഡാഷ് യൂണിയൻ ബി അല്ലേ?
ഓക്കെ, അപ്പൊ പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. അപ്പൊ പി ഓഫ് എ ഡാഷ് ഇതിവിടെ യൂണിയൻ അല്ല, ഇവിടെ ശരിക്കും പറഞ്ഞാല് എയിലില്ല ബിയിലുണ്ട് എന്നാണ്. ബി മൈനസ് ഇവിടെ എ ഡാഷ് എന്നല്ല, എ ഡാഷ് യൂണിയൻ അല്ല, ഇത് ഇന്റർസെക്ഷൻ ആണ്, തെറ്റിപ്പോയതാണ്. ഇവിടെ ഇന്റർസെക്ഷൻ ആണ്, പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി എന്നാണ്. അതിനർത്ഥം എയിലില്ല ബിയിലുണ്ട് എന്നാണ്. അപ്പൊ അത് ഏതിന് ഈക്വൽ ആണ്? പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ആണ്. ഇതൊരു കറക്ഷൻ ആണ്. പി ഓഫ് എ ഡാഷ് യൂണിയൻ ബി അല്ല, പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ആണ്. അതിനർത്ഥം എയിലില്ല ബിയിലുള്ളതാണ് അർത്ഥം. അതിനർത്ഥം പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. അപ്പൊ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ആണ്, ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എന്ന് പറഞ്ഞാൽ പി ടു ആണ്, പി ടു മൈനസ് പി ത്രീ വരും അല്ലെ, പി ടു മൈനസ് പി ത്രീ വരും. അടുത്ത മൂന്നാമത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ആണ്. എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്താണ്? 1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അല്ലേ? ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? 1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമ്മൾ കണ്ടുപിടിച്ചു എന്താ? പി ത്രീ. അപ്പൊ 1 മൈനസ് പി ത്രീ. അടുത്ത പ്രോബ്ലം 3. പ്രോബ്ലം 3 മൂന്ന് പേപ്പേഴ്സ് എയും ബിയും സിയും പബ്ലിഷ് ഇൻ എ സർട്ടൻ സിറ്റിയിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. സർവേയിൽ പറയുന്നത് എ റീഡ് ചെയ്യുന്ന 20%, അതായത് 20/100 ആണ് പി ഓഫ് എ. പി ഓഫ് ബി എന്ന് പറയുന്നത് 16/100 ആണ്. അതുപോലെ തന്നെ 14 റീഡ് എന്ന് പറഞ്ഞാൽ 14/100 ആണ് പി ഓഫ് സി. 8% റീഡ് എ ആൻഡ് ബി, അതായത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് 8%. അതുപോലെ തന്നെ 5% റീഡ് എ ആൻഡ് സി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ സി ആണ് 5%. അതുപോലെ തന്നെ 4% റീഡ് ബി ആൻഡ് സി എന്ന് പറഞ്ഞാൽ പി ഓഫ് ബി ഇന്റർസെക്ഷൻ സി ആണ് 4/100. ഇവിടെയൊക്കെ പെർസെന്റേജ് ആണ് വന്നിരിക്കുന്നത്, ബൈ 100 എന്ന് എഴുതിയാണ് പ്രോബിലിറ്റി എഴുതുമ്പോൾ. ആൻഡ് 2% റീഡ് ഓൾ ദ 3 ന്യൂസ് പേപ്പർ. ഓൾ ദ 3 എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ആണ് എത്ര? 2/100. അപ്പൊ എല്ലാം കിട്ടിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ഡസ് നോട്ട് റീഡ് എനി പേപ്പർ. ഒരു പേപ്പറും വായിക്കുന്നില്ല എന്നുള്ളതിന്റെ പ്രോബിലിറ്റി ആണ് ഒന്നാമത് അതിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ഫിഗറിൽ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് എല്ലാ വാല്യൂസും. നമുക്ക് പി ഓഫ് 1 ഡസ് നോട്ട് റീഡ് എനി, ഒരു പേപ്പറും വായിക്കുന്നില്ല എന്നാ. ഒരു പേപ്പറും വായിക്കുന്നില്ല, എയും വായിക്കുന്നില്ല, ബിയും വായിക്കുന്നില്ല, സിയും വായിക്കുന്നില്ല. അതിന്റെ അടുത്ത് എന്താ? പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ഇന്റർസെക്ഷൻ സി ഡാഷ് എന്നല്ലേ അല്ലെ? അതിനെ വേണമെങ്കിൽ നമുക്ക് എന്തെഴുതാം? പിന്നെ ഡി മോർഗൻസിന്റെ ലോ പ്രകാരം പി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഹോൾ ഡാഷ് എഴുതി കൂടെ അല്ലെ? പി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഹോൾ ഡാഷ് എന്താണ്? 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി അല്ലേ? അല്ലെ? ഇവിടെ നമ്മള് ഡസ് നോട്ട് റീഡ് എന്ന് പറഞ്ഞാൽ എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ഇന്റർസെക്ഷൻ സി ഡാഷ് ആണ്. അത് പറഞ്ഞാൽ ശരിക്കും എന്താ? ഡി മോർഗൻസ് ലോ പ്രകാരം പി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഹോൾ ഡാഷ് ആണ്. അതിനെ 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് എഴുതാം. ഇനി നമുക്ക് കണ്ടുപിടിക്കാം പി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സിന്റെ ഇക്വേഷൻ അറിയാലോ? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി പ്ലസ് പി ഓഫ് സി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ സി മൈനസ് പി ഓഫ് ബി ഇന്റർസെക്ഷൻ സി പ്ലസ് അവസാനത്തെ ടേം പ്ലസ് ആണ്, പ്ലസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ആ വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമ്മളത് വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇനി പി ഓഫ് ഡസ് നോട്ട് റീഡ് ന്യൂസ് പേപ്പർ 1 മൈനസ് ഈ വാല്യൂ 0.35 ചെയ്ത് കഴിഞ്ഞാൽ 0.65 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ പി ഓഫ് 1 റീഡ്സ് എ ബട്ട് നോട്ട് ബി. എ റീഡ് ചെയ്യുന്നുണ്ട്, ബി ഇല്ല എന്നാ പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ? എ ഉണ്ട്, ബി ഇല്ല. അതിന്റെ അർത്ഥം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ് ആണ്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്താണ്? പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അല്ലേ? അല്ലെ? എയിലുണ്ട്, ബിയിലില്ല. അതിന്റെ അർത്ഥം എന്താ? പി ഓഫ് എ കണ്ടുപിടിച്ചിട്ട് രണ്ട് കോമൺ ആയിട്ടുള്ള ഭാഗം മൈനസ് ചെയ്താൽ മതി അല്ലെ? ആ കട്ട് പീസ് മാത്രം കിട്ടും, പി ഓഫ് എന്റെ ഒരു കട്ട് ചെയ്ത ഭാഗം മാത്രം കിട്ടും അല്ലെ? കോമൺ ആയിട്ടുള്ള പോർഷൻ ഒഴിവാക്കിയിട്ട്. അതാണ് പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. പി ഓഫ് എ നമുക്കറിയാം, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അറിയാം. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പി ഓഫ് 1 റീഡ്സ് ഓൺലി 1 ഓഫ് ദീസ് പേപ്പർ. ഒരു പേപ്പർ മാത്രമേ വായിക്കുന്നുള്ളൂ. അതിന്റെ അർത്ഥം എ വായിക്കുമ്പോൾ ബിയും സിയും വായിക്കില്ല, ബി വായിക്കുമ്പോൾ എയും സിയും വായിക്കില്ല, സി വായിക്കുമ്പോൾ എയും ബിയും വായിക്കില്ല എന്നല്ലേ അല്ലെ? ഒരു റീഡ് അറ്റ് എ ടൈം വായിക്കാൻ പാടുള്ളൂ. ഇതിന് വേണം നമുക്ക് വേറെ രീതിയിലും ക്വസ്റ്റ്യൻ പറയാം. പി ഓഫ് 1 റീഡ്സ് ഓൺലി 1 ഓഫ് ദീസ് പേപ്പറിന് പകരം പി ഓഫ് എക്സാക്ട്ലി 1 എന്നും പറയാം. എക്സാക്ട്ലി എന്ന് പറഞ്ഞാൽ ഒന്നാണ് കൂടിപ്പോയാൽ, അല്ലെങ്കിൽ ഒന്നാണ് ഒന്ന് പറയുന്നത് അല്ലെ? എക്സാക്ട്ലി എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നുള്ള അർത്ഥമാണ്, ഈക്വൽ ടു 1. അതിനർത്ഥം ഒരു സമയം ഒന്ന് മാത്രമേ വായിക്കുള്ളൂ എന്നും പറയാം. അപ്പൊ എക്സാമിന് വേണമെങ്കിൽ 1 റീഡ്സ് ഓൺലി 1 ഓഫ് ദീസ് പേപ്പർ എന്ന് പറയുന്ന പകരം പി ഓഫ് എക്സാക്ട്ലി 1 ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാലും എക്സാമിന് വരാം. അതിന്റെ അർത്ഥം എ വായിക്കുമ്പോൾ ബിയും സിയും വായിക്കില്ല. അതിന്റെ അടുത്ത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ആൻഡ് എന്നല്ലേ അല്ലെ? ആൻഡ് എല്ലാം ആൻഡ് എന്നാണ്. ആൻഡ് ആകുമ്പോൾ ഇന്റർസെക്ഷൻ നമുക്കറിയാം. അപ്പൊ എ വായിക്കുന്നില്ല, എ വായിക്കുന്നു, ബി വായിക്കുന്നില്ല, സി വായിക്കുന്നില്ല. എ ആൻഡ് ബി ഡാഷ് ആൻഡ് സി ഡാഷ് ആണ്. അതായത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ് ഇന്റർസെക്ഷൻ സി ഡാഷ്. ഞാൻ പറഞ്ഞു ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ ആണ്. പ്ലസ് അടുത്തത് ബിയും സിയും വായിക്കുന്നില്ല, ബി വായിക്കുന്നു, സിയും എയും സിയും വായിക്കുന്നില്ല. അതിന്റെ അർത്ഥം പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഡാഷ്. പ്ലസ് അടുത്തത് സി വായിക്കുന്നുണ്ട്, എയും ബിയും വായിക്കുന്നില്ല. അതിനർത്ഥം പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ഇന്റർസെക്ഷൻ സി. ഇനി നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ് ഇന്റർസെക്ഷൻ സി ഡാഷ് എന്താണ് ശരിക്കും? എന്താണ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ് ഇന്റർസെക്ഷൻ സി ഡാഷ്? നമുക്ക് എന്തെഴുതാം? പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി
മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ സി പ്ലസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് എഴുതാം അല്ലെ. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ് ഇന്റർസെക്ഷൻ സി ഡാഷ് ആണെങ്കിൽ പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ സി പ്ലസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി വരിക. ഓക്കെ, ഇതിന് വേണം നമുക്ക് എന്ത് എഴുതാം? പി ഓഫ് എ. ഓക്കെ, ഇനി ഇതിന് പകരം ഇവിടെ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ് ഇന്റർസെക്ഷൻ സി ഡാഷ് വരുമ്പോഴാണ് ഈ രീതിയിൽ എഴുതിയത് അല്ലെ. പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ സി പ്ലസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്നുള്ളത്. ഓക്കെ, ഇതിനർത്ഥം എ മാത്രമാണ്. എ മാത്രം എന്ന് പറഞ്ഞാൽ ഈ ഫിഗറിൽ തന്നെ വ്യക്തമാണ്. എ മാത്രം എന്ന് പറഞ്ഞാൽ ബിയും ഇല്ല സിയും ഇല്ല അല്ലെ. അതിന്റെ അടുത്ത് എന്താ? എ എന്ന് പറയുമ്പോൾ ഈ പീസ് മാത്രം കിട്ടുക. ഇവിടുന്ന് ഇങ്ങനെ പോയി ഈ പീസ് മാത്രം കിട്ടുക. ഈ പീസ് മാത്രം എങ്ങനെ കിട്ടുക? നമ്മൾ മൊത്തം കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? മൊത്തം കണ്ടുപിടിച്ചിട്ട് പി ഓഫ് എ അതാണ് മൊത്തം മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈ ഭാഗം മൈനസ് ചെയ്യുക. മൈനസ് അടുത്ത എന്താണ് നോക്കിക്കേ നിങ്ങൾ? രണ്ടാമത്തത് മൈനസ് പി ഓഫ് ഇന്റർസെക്ഷൻ ബി. നോക്കിയേ, എ ഇന്റർസെക്ഷൻ സി ഈ ഭാഗം മൈനസ് ചെയ്യുക. ഞാൻ പറഞ്ഞു 2 പ്രാവശ്യം മൈനസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. 2 പ്രാവശ്യം 2 മൈനസ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഇത് എന്ത് ചെയ്യണം? ഒരു പ്രാവശ്യം ആഡ് ചെയ്യണം. അതുകൊണ്ടാണ് ലാസ്റ്റ് പ്ലസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ചെയ്തത്. വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് ഫിഗറിൽ നിന്ന് വ്യക്തമാണ്. എ ഉണ്ട് ബിയും സിയും ഇല്ല എന്നാണ്. കാരണം എ എന്ന് പറഞ്ഞാൽ പി ഓഫ് എ മൊത്തം എടുക്കുക, അതിനുശേഷം ഈ പീസ് ഒഴിവാക്കുക, ഈ പീസ് ഒഴിവാക്കുക, അതിനുശേഷം രണ്ടും കോമൺ ആയിട്ട് 2 പ്രാവശ്യം ഒഴിവാക്കുന്നുണ്ട്. ഇതിനെന്ത് ചെയ്യുക? ഒരു പ്രാവശ്യം ആഡ് ചെയ്യുക. അതായത് പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ സി പ്ലസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. അതാണ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ് ഇന്റർസെക്ഷൻ സി ഡാഷ് എന്നാണ്. ഓക്കെ, ഇതാണ് ഈ രീതിയിൽ എഴുതുന്നത്. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി അടുത്തെന്താ? പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ബി ഇന്റർസെക്ഷൻ സി ഡാഷ് ആണ്. അതിന്റെ അടുത്ത് ബി ഉണ്ട്, എ ഡാഷും എ ഇല്ല സിയും ഇല്ല. അതിന്റെ അടുത്ത് എന്താ? പി ഓഫ് ബി എടുക്കുക. പി ഓഫ് ബിയുടെ ഇതാണ് എടുക്കേണ്ടത്. ഇത് എടുത്തിട്ട് ഈ ഒരു കട്ട് പീസ് ഒഴിവാക്കുക. ഈ ഒരു കട്ട് പീസ് എന്താ? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. മൈനസ് ഇനി ഈ ഒരു കട്ട് പീസ് ഒഴിവാക്കുക. മൈനസ് എന്താണ്? പി ഓഫ് ബി ഇന്റർസെക്ഷൻ സി ആണ്. 2 പ്രാവശ്യം മൈനസ് ചെയ്തില്ല, അത് ഒഴിവാക്കാൻ വേണ്ടി 2 പ്രാവശ്യം മൈനസ് ചെയ്യുമ്പോൾ ആ ഒരു നെറ്റ് ഇഫക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 2 പ്രാവശ്യം ഒരേ സ്ഥലത്ത് മൈനസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം ഇത് ഈ ഒരു ഭാഗം കോമൺ ആയിട്ടുള്ള ഭാഗം ആഡ് ചെയ്യുക. അതായത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. അതാണ് അടുത്ത് ചെയ്തത്. കണ്ടോ? പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ഇന്റർസെക്ഷൻ സി. സോ ബി ഡാഷ് ബി ഇന്റർസെക്ഷൻ സി ഡാഷ് എന്നാൽ പി ഓഫ് ബിയിൽ നിന്ന് കോമൺ ആയിട്ട് 2 ഭാഗം മൈനസ് ചെയ്യുന്നു, അവസാനം ഒന്ന് ആഡ് ചെയ്യുന്നു. അല്പതും കിട്ടി. അടുത്തതുപോലെ കണ്ടുപിടിക്കാം. ഇവിടെ സി ആണ് ഉൾപ്പെടുന്നത്, അതുകൊണ്ട് ആദ്യം സി എഴുതും. പി ഒ സി. ഇതിന്റെ അകത്ത് സി എന്ന് പറയുമ്പോൾ പി ഒ സി എന്ന് പറയുമ്പോൾ ഇത് ഈ ഭാഗമാണ് പി ഒ സി മൊത്തം. അതിനകത്ത് ഈ ഭാഗം മൈനസ് ചെയ്യുക, ഈ ഭാഗം മൈനസ് ചെയ്യുക, എന്നിട്ട് ഈ ഭാഗം ആഡ് ചെയ്യുക. അതാണ് അടുത്ത് ചെയ്തത്. പി ഓഫ് സി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ സി മൈനസ് പി ഓഫ് ബി ഇന്റർസെക്ഷൻ സി, എന്നിട്ട് അവസാനം ആഡ് ചെയ്യുക പ്ലസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഇപ്പോൾ ആൻസർ കിട്ടും. ഇനി എല്ലാം കൂടി എന്ത് ചെയ്യുക? കൂട്ടി എഴുതുക. അപ്പൊ ആൻസർ. ഓക്കെ, അങ്ങനെയല്ലേ പറയുന്നത് അല്ലെ. ഏതെങ്കിലും ഒന്നാണ്. അതായത് എ സംഭവിക്കും ബി ഇന്റർസെക്ഷൻ സിയും, എ സംഭവിക്കും ബി സിയും സംഭവിക്കില്ല, ഓർ അതുപോലെ തന്നെ ബി സംഭവിക്കുമ്പോൾ എയും സിയും സംഭവിക്കില്ല, ഓർ സി സംഭവിക്കുമ്പോൾ എയും ബിയും സംഭവിക്കില്ല എന്ന് പറയുന്നത്. അപ്പൊ ഓർ എന്നുള്ളതെല്ലാം വരുന്നതുകൊണ്ടാണ് ഇവിടെ പ്ലസും ഇവിടെ പ്ലസും വന്നത്. പിന്നെ ഇവിടെയൊക്കെ ആൻഡ് വരും. ഇവിടെ ഇവിടെ ഇവിടെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? പി ഓഫ് വൺ നോൺലി റീഡ്സ് 2 ഓഫ് ദീസ് ന്യൂസ് പേപ്പേഴ്സ്. അതിന്റെ അടുത്ത് എന്താ? എയും ബിയും ഉണ്ട്, പക്ഷെ സി ഇല്ല അല്ലെ. 2 എണ്ണം വായിക്കും എന്തായാലും. അതായത് എയും ബിയും വായിക്കുമ്പോൾ സി വായിക്കുമോ? ഇല്ല. ഓറിനാണ് പ്ലസ് ചെയ്തത്. പി ഓഫ് അടുത്തെന്താ? എയും സിയും ഉണ്ട്, ബി ഇല്ല. അതാണ് എ ആൻഡ് സി നോട്ട് ബി ചെയ്തത്. പ്ലസ് അടുത്തെന്താ? ബിയും സി ഉണ്ട്, എ ഇല്ല. അതാണ് പി ഓഫ് ബി ആൻഡ് സി നോട്ട് എ ചെയ്തത്. ഇറ്റ് ഈസ് ഈക്വൽ ടു എ ആൻഡ് ബി നോട്ട് സി എന്ന് പറഞ്ഞാൽ എന്താ? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഡാഷ് ആണ്. പ്ലസ് അടുത്തെന്താ? പി ഓഫ് എ ആൻഡ് സി നോട്ട് ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ ബി ഡാഷ്. പ്ലസ് അടുത്തത് പിയും സിയും ഉണ്ട്, എ ഇല്ല. അങ്ങനല്ലേ പറഞ്ഞത്? 2 എണ്ണം വായിക്കും എന്തായാലും. അപ്പൊ പി ഓഫ് എ ഇല്ല എന്നല്ലേ പറഞ്ഞത് അല്ലെ. ബിയും സി ഉണ്ട്. അപ്പൊ പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്ക് ഓരോ നേരം കണ്ടുപിടിക്കാം. ആദ്യം കണ്ടുപിടിക്കാം. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഡാഷ് ഇസ് ഈക്വൽ ടു എന്താണ്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് സി അല്ലേ ഒഴിവാക്കേണ്ടത് അല്ലെ. അപ്പൊ ബി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്തായാലും വേണം, സി ഇല്ല എന്നാണ്. അപ്പൊ സി വരുന്ന ഭാഗം എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം അല്ലെ. എയും ബിയും ഉണ്ട്, സി ഇല്ല. അപ്പൊ നിന്റെ അടുത്ത് എന്താ? ഈ ഭാഗം എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ്, ഈ ഒരു കട്ട് പീസ്. ഈ ഒരു കട്ട് പീസ് എങ്ങനെ കണ്ടുപിടിക്കാം? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഇതല്ലേ അല്ലേ, അങ്ങനെയല്ലേ? എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ്, സി ഇല്ലാത്ത ഭാഗം. അതിന്റെ അടുത്ത് പറഞ്ഞാൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കുക മൈനസ് 3 കൂടി കോമൺ ആയിട്ട് വരുന്ന ഭാഗമില്ലേ, അതായത് സി ഉൾപ്പെടുന്ന ഭാഗം മൈനസ് ചെയ്താൽ പോരെ. അതാണ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് സി ഉൾപ്പെടുന്ന ഭാഗം ഉൾപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞത്. അതിന്റെ അടുത്ത് എന്താ? സി ഉൾപ്പെടുന്ന ഭാഗം
പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സിയിലാണുള്ളത്. അപ്പം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിച്ചിട്ട് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഭാഗം മൈനസ് ചെയ്യാം. നോക്കുക ഈ ഫിഗറിന് വ്യക്തമാണത്. എയും ബിയും ഉണ്ട്, സി ഇല്ല എന്നാണ്. എയും ബിയും ഉണ്ട്, സി ഇതാണ്. എയും ബിയും സി ഇല്ല, സി ഉൾപ്പെടുന്ന ഭാഗം ഇതല്ലേ അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം ഇത് കണ്ടുപിടിക്കുക. അതാണ് ആദ്യം എഴുതിയത്. എത്രയാണ്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിച്ചു. അതിനുശേഷം രണ്ടും കൂടി ഉൾപ്പെടുന്ന ഭാഗമുണ്ട്, സി ഉൾപ്പെടുന്ന ഭാഗം, അതാണിത് അല്ലെ? അപ്പൊ എ ഇന്റർസെക്ഷൻ ബി സി ഉൾപ്പെടുന്ന ഭാഗം ഇതല്ലേ? അപ്പൊ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി മൈനസ് ചെയ്യാം. ഇതേപോലെ അടുത്തത് പി ഓഫ് എ ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ ബി പറഞ്ഞാല് എയും സിയും ഉണ്ട്, അതുപോലെ ബി ഉൾപ്പെടുന്ന ഭാഗം ഡിലീറ്റ് ചെയ്യണം. ബി ഉൾപ്പെടുന്ന ഭാഗം ഏതേ ഉള്ളൂ? എയും സിയും ഇന്റർസെക്ഷൻ ചെയ്യുമ്പോൾ എയും സി ഇന്റർസെക്ഷൻ ഇതാണ്. എയും സി ഇന്റർസെക്ഷൻ ചെയ്യുമ്പോൾ ഈ ഭാഗം മാത്രമേ ഉൾപ്പെടാണ്ടുള്ളൂ അല്ലെ? അവിടെയല്ലേ സി വരുന്ന ഭാഗം. ഈ കോമൺ ആയിട്ടുള്ള ഭാഗം മൈനസ് ചെയ്യണം. പി ഓഫ് എ ഇന്റർസെക്ഷൻ സി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ആണ് അടുത്ത് വരിക. അതാണ് ഇവിടെ കണ്ടോ? പി ഓഫ് എ ഇന്റർസെക്ഷൻ സി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. അടുത്തത് പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ആണ് അടുത്ത പ്രോബ്ലം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ വാല്യൂസ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ ബിയും സി ഉണ്ട്, എ ഇല്ല. ബിയും സി എന്ന് പറഞ്ഞാൽ ഇതാണ്, ബിയും സി ഉണ്ട്, ഇതാണ്. പി ഓഫ് ബി ഇന്റർസെക്ഷൻ സി എന്ന് എ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഉൾപ്പെടുന്ന ഭാഗം ഇവിടെയല്ലേ വരുന്നുള്ളൂ. അപ്പം പി ഓഫ് ബി ഇന്റർസെക്ഷൻ സി മൈനസ് ഈ ഒരു ഭാഗം മൈനസ് ചെയ്യാം. എന്താണത്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി അത് മൈനസ് ചെയ്തു. അപ്പൊ പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ പി ഓഫ് ബി ഇന്റർസെക്ഷൻ സി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് വരും. Which is equal to 0.04 minus 0.02 which is equal to 0.02. ഇതൊക്കെ നമുക്ക് ഫിഗറിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് ഈ ഒരു ഐഡിയ, ഈ പറയുന്ന ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. ആ ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പ്രോബ്ലം 4. If P1 and P2 are probability measures, ക്വസ്റ്റ്യൻ ഓൾറെഡി പറയുന്നുണ്ട് P1 and P2 പ്രോബബിലിറ്റി മെഷർ ആണ്. Prove that P equal to lambda P1 plus 1 minus lambda P2 where 0 less than lambda less than 1 is also a probability measure. അപ്പൊ പ്രോബബിലിറ്റി മെഷർ ആണ്, നമുക്ക് കണ്ടീഷൻ അറിയാം. P1 ഉം P2 പ്രോബബിലിറ്റി മെഷർ അല്ലേ? അപ്പൊ നമുക്ക് അറിയാം P1 പ്രോബബിലിറ്റി മെഷർ ആണ്. എന്തൊക്കെ എഴുതാം? P1 of A greater than equal to 0 എന്ന് എഴുതാം, ഒന്നാമത്തെ ആക്സിയം. P1 of S 1 എന്ന് എഴുതാം, രണ്ടാമത്തെ ആക്സിയം. മൂന്നാമത് P1 of A1 union A2 union etc എന്ന് പറയുന്നത് P1 of A1 plus P1 of A2 plus etc എന്ന് എഴുതാം. മാത്രമല്ല A1 A2 etc എന്ന് പറയുന്നത് ഡിസ്റ്റോയിൻ ആണ്. ഇതുപോലെ P2 ഒരു പ്രോബബിലിറ്റി മെഷർ ആണ്, നമുക്ക് എഴുതാം P2 of A greater than equal to 0 എന്ന് എഴുതിക്കൂടെ? അതുപോലെ തന്നെ P2 of S 1 എന്ന് എഴുതിക്കൂടെ? മൂന്നാമത്തെ ആക്സിയം ആയിട്ടുള്ള P2 of A1 union A2 union etc എന്ന് പറയുന്നത് P2 of A1 plus P2 of A2 A plus etc എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ P എന്ന് പറഞ്ഞൊരു വാല്യൂ തന്നിട്ടുണ്ട്, അതാണ് പ്രോബബിലിറ്റി മെഷർ എന്ന് തെളിയിക്കേണ്ടത്. അതൊരു ലീനിയർ ഇക്വേഷൻ ടൈപ്പ് ആണ് അല്ലെ? ലാംഡ P1 plus 1 minus ലാംഡ P2 ഓൾസോ എ പ്രോബബിലിറ്റി മെഷർ ആണെന്ന് എഴുതേണ്ടത്. അപ്പൊ ഇത് പ്രോബബിലിറ്റി മെഷർ ആണെന്ന് എഴുതണമെങ്കിൽ നമുക്ക് എന്തൊക്കെ തെളിയിക്കണം? P of A greater than equal to 0 എന്ന് തെളിയിക്കണം, P of S 1 ആണെന്ന് തെളിയിക്കണം, P of A1 union A2 union etc എന്നുള്ളത് P of A1 plus P of A2 plus etc എന്ന് എഴുതാം. ഇവിടെ P2 ഇല്ലേ? P2 എന്ന് എഴുതിയത് തെറ്റാണ്, അത് വായിക്കണം. P of A1 plus P of A2 plus etc എന്ന് എഴുതാം. നമുക്ക് അറിയുന്ന ഒരു ഐഡിയ P of A നമുക്ക് എഴുതാം. നോക്കാം നമുക്ക് എന്താ സംഭവിക്കും. 0 വലുത് കിട്ടും നോക്കാം. P of A equal to എന്താണ്? P of A എന്താണെന്ന് അറിയാം, ഇതാണ് അല്ലെ? P of A എന്ന് പറയുമ്പോൾ P എന്താണ്? P നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാ? ലാംഡ P1 അല്ലെ? ലാംഡ P1 plus 1 minus ലാംഡ into P2 of A എന്ന് എഴുതാം. ഓക്കെ, which is equal to നമുക്ക് ലാംഡ A ഉള്ളിലേക്ക് എടുക്കുക. ലാംഡ P1 of A plus 1 minus ലാംഡ P2 of A. സിൻസ് നമുക്കറിയാം ലാംഡ എന്തായാലും 0 വലുതാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് P1 of A എന്നാണ് 0 വലുതാണെന്ന് പറയുന്നുണ്ട് അല്ലെ? അത് പ്രോബബിലിറ്റി മെഷർ ആണ്. അതുപോലെ തന്നെ P2 of A യും 1 കൂടുതലാണ്, സോറി 0 വലുതാണ്. അപ്പൊ P1 of A യും ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇവിടെ P1 of A ഉണ്ട്, P1 of A യും ഗ്രേറ്റർ ദാൻ 0 ആണ്, P2 of A യും ഗ്രേറ്റർ ദാൻ 0 ആണ്. അങ്ങനെയാണ് ഇതും എന്തായിരിക്കും? ലാംഡയും ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇത് മൊത്തത്തിലുള്ള ഇക്വേഷൻ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ നമ്മൾ ഒന്നാമത് തെളിയിച്ചു P of A greater than 0. അപ്പൊ ഒന്നാമത്തെ ആക്സിയമായി. രണ്ടാമത്തെ ആക്സിയം P of S 1 ആണ് തെളിയിക്കലാണ്. അപ്പൊ P of S എന്ന് P നമുക്കറിയാം ലാംഡ P1 plus 1 minus ലാംഡ into P2 of S എഴുതി. ഇനി S ഉള്ളിലേക്ക് എടുക്കുന്നു. ലാംഡ P1 of S plus 1 minus ലാംഡ P2 of S. നമ്മൾ പറഞ്ഞിട്ടുണ്ട് P1 of S എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ? അതുപോലെ തന്നെ P2 of S എന്ന് പറഞ്ഞാൽ 1 ആണ്. കാരണം P1 ഉം P2 എന്താണ്? പ്രോബബിലിറ്റി മെഷർ ആണ്. രണ്ടാമത്തെ ആക്സിയം സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ P1 of S എന്ന് പറഞ്ഞാൽ 1 ആണ്, P2 of S എന്ന് പറഞ്ഞാൽ 1 ആണ്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P of S is equal to ലാംഡ into P1 of S എത്രയാണ്? 1. അപ്പോൾ ലാംഡ into 1 plus 1 minus ലാംഡ into 1 equal to ചെയ്തു കഴിഞ്ഞാൽ അവിടെ ലാംഡ പിന്നെ എന്താവും? ലാംഡയും ഇപ്പോൾ പിന്നെ ഒരു 1 മാത്രം അവശേഷിക്കും, equal to 1. അപ്പോൾ നമ്മൾ P of S എന്ന് കിട്ടി, 1 തെളിയിച്ചു. അടുത്ത മൂന്നാമത്തെ എന്താ? മൂന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഡിസ്റ്റോയിൻ ആണെന്ന് പറയുന്നുണ്ട്. A1 union A2 etc എന്നുള്ളത് ഡിസ്റ്റോയിൻ ആണ്. അപ്പോൾ P of A1 union A2 union etc എന്ന് പറയുന്നത് which is equal to P എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞു? എന്താ? ലാംഡ P1 plus 1 minus ലാംഡ into P2 പിന്നെ എന്നിട്ട് A1 union A2 union etc എന്ന് എഴുതാം. which is equal to A1 ഉള്ളിലെടുത്ത് കഴിഞ്ഞാൽ അല്ല ലാംഡ P1 into ഫസ്റ്റ് ടേമിന് കൊടുക്കുക ഈ വലിയ വാല്യൂ. അപ്പോൾ ലാംഡ P1 into A1 union A2 union etc പ്ലസ് അതുപോലെ തന്നെ 1 minus ലാംഡ into P2 of A1 union A2 etc union എഴുതി.
Again, നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താ, P1 of A1 union A2 union etc എന്താണ്, P1 of A1 plus P2 of A2 etc ആണെന്ന് അല്ലേ. ഇവിടെ P2 of A2 അല്ല, P1 of A2 ആണ്. ശ്രദ്ധിക്കണം, ഇവിടെ ചെറിയ കുഞ്ഞു മിസ്റ്റേക്സ് ഉണ്ട്. P1 of A1 plus P1 of A2 ആണ് plus etc. അതുപോലെ തന്നെ P2 of A1 union A2 union etc എന്ന് P2 of A1 plus P2 of A2 ആണ് plus etc ആണ്. നമുക്കറിയാം P1 P2 പ്രോബിലിറ്റി മെഷർ ആയതുകൊണ്ട് മൂന്നാമത്തെ ആക്സിയം സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ടാണ് P1 of P2 of ഇങ്ങനെ എഴുതിയത്. ഇനി ഇത് രണ്ട് വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ P1 of A1 union etc A2 equal to P of A1 union A2 etc equal to lambda into P1 of ഇതിനെ നമ്മൾ മാറ്റിയല്ലോ, ഇത് ഈ വാല്യൂ കൊടുക്കുക. അതായത് P1 of A1 plus P1 of A2 plus etc plus അടുത്തത് 1 minus lambda into P2 of A1 1 minus lambda അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 minus lambda ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, ഉള്ളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇതുവരെ എഴുതി, പിന്നെ ഇതിവിടെ അപ്ലൈ ചെയ്തു, ഇവിടെ അറേഞ്ച് ചെയ്ത് എഴുതി, കാണുന്നുണ്ടോ? അതായത് ഈ ടേമും ഇത് 1 minus lambda into ഈ ടേം എഴുതിയില്ലേ, അതിനുശേഷം നമ്മൾ ഈ ലാംഡ P1 of A1 ഉം ഇവിടെയുള്ള 1 minus A into P2 of A1 ഇല്ല, രണ്ടും ഒന്നിച്ച് എഴുതി. പ്ലസ് അടുത്തത് ലാംഡ ഓഫ് P1 of A2 ഉം അതുപോലെ തന്നെ 1 minus lambda into P2 of A2 ഒന്നിച്ച് എഴുതി അല്ലെ, 1 minus lambda into P2 of A2 എഴുതി പ്ലസ് എക്സെട്ര എഴുതി. ഓക്കെ, ഇങ്ങനെ എടുക്കാൻ കാരണം നമുക്ക് ഈ ഒരു സംഭവം എന്താ അറിയാം, ഈ ഒരു സംഭവത്തിന് എന്ത് എഴുതാം, ലാംഡ P1 plus 1 minus lambda P2 of A എന്ന് എഴുതിക്കൂടെ ഇതിനെ. അതുപോലെ ഇതിനെയോ ലാംഡ P1 plus 1 minus lambda P2 of A2 എന്ന് എഴുതാം പ്ലസ് എക്സെട്ര എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു ഈ ഒരു സംഭവം എന്താ ശരിക്കും, ലാംഡ P1 plus 1 minus lambda into P2 എന്ന് പറഞ്ഞാൽ ഓഫ് A1 P of A1 അല്ലേ. അതുപോലെ ഇതെന്താ P of A2 ആണ് പ്ലസ് എക്സെട്ര എന്ന് എഴുതാം. അതായത് നമ്മൾ ഈ രീതിയിൽ ബ്രേക്ക് ചെയ്ത് എഴുതി അല്ലേ, P of A1 union A2 union etc നെ P of A1 plus P of A2 plus etc എന്നിട്ട് എഴുതി. അതായത് ഇങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ മൂന്ന് ആക്സിയം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് P of S1 എന്ന് തെളിയിച്ചു, P of A1 union A2 union etc P of A1 plus P of A2 എന്ന് തെളിയിച്ചു, അതുപോലെ തന്നെ P of A1 greater than equal to 0 എന്ന് തെളിയിച്ചു. മൂന്ന് ആക്സിയം തെളിയിച്ചത് കൊണ്ട് തന്നെ P equal to lambda P1 plus 1 minus lambda into P2 എന്ന് പറയുന്നത് 0 less than lambda less than 1 എന്തായി മാറി, ഈ P എന്ന് പറയുന്നത് എന്തായി, പ്രോബിലിറ്റി മെഷർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.